അല്ല പിള്ളേച്ച ഞാനൊരു രുക്മിണിയായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാം. മാധവന്റെ ആധാരം തിരിച്ചു കൊടുത്ത് കേസ് ഒഴിവാക്കി തരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാധവൻ തയ്യാറാണ്. കുറെ കാലം കൊണ്ട് ഒരുമാതിരിപ്പെട്ട വിദ്യകളൊക്കെ അവൻ എന്റെ അടുത്ത് പ്രയോഗിച്ചിട്ടുള്ളതാ. സത്യമായിട്ട് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? നീ വാടി എങ്കിൽ പറയേ. ആ ശാന്തമേ വന്ന് കേക്ക്. കോടതിയില് പിള്ളേച്ചനോട് മുട്ടാൻ വേണ്ട പണവും സ്വാധീനം ഇല്ലാതെ വന്നപ്പോ ഞാൻ കണ്ട ഒരു പോംവഴി നിന്നെ പ്രേമിച്ച് വസ്താക്കലായിരുന്നു. അതൊക്കെ സുഗുണനെ നമ്പൂരിച്ചനൊക്കെ അറിയാവുന്നതാണ്. പറഞ്ഞതൊക്കെ സത്യ. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. എനിക്ക് ഈ കഥാപാത്രത്തെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ. തന്റെ അമ്മ തന്റെ ശത്രുവാണോ? പെങ്ങള് ശത്രുവാണോ? അതോ അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലാത്തവനാണോ താൻ? തന്റെ പൈങ്കിളി നോവലിലെ ഏതു നേരം ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന വിഡ്ഢിക്കോതയല്ല യഥാർത്ഥ സ്ത്രീ. ഒരു പുരുഷനും യഥാർത്ഥ സ്ത്രീ അറിയില്ല, അവളുടെ മനസ്സറിയില്ല. IAS കാരനായ കളക്ടർ മുൻപിൻ നോക്കാതെ എന്നെ സസ്പെൻഡ് ചെയ്തു. കാരണം സ്ത്രീ അറിയാനുള്ള പഠിത്തം ആ ഇഡിയറ്റിനുമില്ല. എന്തുകൊണ്ട് ഞാൻ ഇയാളെ പൂട്ടിയിട്ടു? പൂട്ടിയിടുമ്പോ എന്റെ മനോവികാരം എന്തായിരുന്നു? അത് ചോദിക്കാനുള്ള ബുദ്ധി പോലും അയാൾക്കില്ല. കഥാപാത്രത്തെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പഠിപ്പിക്കാടോ. എന്നെ ഒഴിവാക്കാൻ നോക്കിയാലുണ്ടല്ലോ. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയാണെ ടെൽമി എപ്പം മാരേജ്? ചർച്ചും സെറമണി ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ. I just want to be with you. സ്നേഹ, എന്റെ സിറ്റുവേഷൻ നീ ഒന്ന് മനസ്സിലാക്കാം. സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ നമ്മൾ തുടങ്ങിയത്. അപ്പൊ ഹാൻഡിൽ ചെയ്യേണ്ട നീയാ. അത് ചെയ്തോളാൻ തുടക്കം മുതൽ നീ എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. എന്നെ ഒഴിവാക്കാനാണ് I'll kill myself. You know that. നമുക്ക് പുറത്തെവിടെങ്കിലും പോയിരുന്നു സംസാരിക്കാം. ഇല്ല, എനിക്കിപ്പം നിന്റെ സ്റ്റാൻഡ് അറിയണം. നോ, എനിക്ക് കുറച്ചുകൂടെ സമയം താ. നോ നോ നോ. കഴിഞ്ഞ 1.5 വർഷമായി നീ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഷെറിനോട് എനിക്ക് പറയണ്ടേ? അതത്ര ഈസി അല്ല. നീ പറയണ്ട, ഞാൻ പറയാം. സ്നേഹ സി, ഇന്നോട് ഞാൻ വെയിറ്റ് ചെയ്യും. എനിക്കൊരു ക്ലിയർ കട്ട് ആൻസർ വേണം, ക്ലിയർ കട്ട് ഡേറ്റ് വേണം. അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വരും. ഷെറിനോട് പറയും എല്ലാം. I can't be like this anymore. I cannot be alone like this anymore. മാധവേട്ടന് എന്നെ ഇഷ്ടമാണെന്നാ ഞാൻ വിചാരിച്ചേ. ഇഷ്ടാണല്ലോ. അതാണല്ലോ ഞാൻ. ആ ഇഷ്ടമല്ല എനിക്ക്. ഞാൻ സാരല്ല, എന്റെ പൊട്ടുബുദ്ധിക്ക് വെറുതെ തോന്നിയതാവും. സാരല്ല. ഇതെങ്ങനാടി നമ്മൾ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നേ? ഇതിപ്പോ എപ്പോ തൊട്ടാ? ആദ്യം തൊട്ടേ ചതിക്കുമായിരുന്നോ? അതോ ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും അവനെന്റെ സ്നേഹം പോരാന്ന് തോന്നിക്കാണുമോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.